നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള 3 മത്സരങ്ങളുടെ ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരം നാളെ വഡോദരയിൽ ആരംഭിക്കുകയാണ്. വഡോദരയിലെ പുതിയ സ്റ്റേഡിയത്തിൽ നാളെ ഉച്ചതിരിഞ്ഞ് 1:30 ഈ ഒരു മത്സരം ആരംഭിക്കുന്നത്. അപ്പോൾ T20 വേൾഡ് കപ്പിന് തൊട്ട് മുമ്പ് ഇങ്ങനെ ഒരു ODI സീരീസ് വലിയ പ്രാധാന്യം ന്യൂസിലാൻഡ് ഇതിന് കൊടുക്കുന്നുണ്ടെന്നുള്ളൊരു ചോദ്യമാണ്. അവർ ടീം പ്രഖ്യാപിച്ചപ്പോൾ നമ്മളത് പറഞ്ഞതാണ്. ഏതാണ്ട് ശക്തി കുറഞ്ഞൊരു ടീമും കൊണ്ടാണ് അവർ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. ന്യൂസിലാൻഡിൻ്റെ ടീം നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ 15-അംഗ സ്ക്വാഡിൽ 8 പേരും ഇതിനു മുമ്പ് ഇന്ത്യയിൽ കളിച്ചിട്ടില്ല. അതിൽ 2 പേര് ഇൻ്റർനാഷണൽ ക്രിക്കറ്റേ കളിക്കാത്തവരാണ്. ഒരു ഫോർമാറ്റിലും ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കളിക്കാത്തവരാണ്. ഒരാൾ ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനു മുമ്പ് ODI കളിച്ചിട്ടില്ല. 5 പേര് 10 മത്സരങ്ങളേക്കാൾ കുറച്ച് മത്സരങ്ങൾ മാത്രം കളിച്ച് പരിചയമുള്ളവരാണ്. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, മിച്ചൽ സാന്റ്നർ, മാറ്റ് ഹെൻറി, മാർക്ക് ചാപ്മാൻ അവരെല്ലാവരും അവരുടെ ഇഞ്ചുറിയിൽ നിന്ന് തിരികെ വരാനുള്ള ശ്രമത്തിലാണ്. ദെൻ വിൽ ഒറൂർക്ക്, നഥാൻ സ്മിത്ത് അവർ ഇൻ ടൈം തിരികെ എത്തിയിട്ട് പോലുമില്ല. ടോം ലേതം പാറ്റേണിറ്റി ബ്രേക്കിലാണ്. ദെൻ ചില താരങ്ങൾ കളിക്കാൻ ഇപ്പോൾ ഫ്രാഞ്ചൈസി ക്രിക്കറ്റിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരവസ്ഥ. കെൻ വില്യംസൺ ഈസ് നോട്ട് അവൈലബിൾ, കാരണം SA20 ഈ ഷെഡ്യൂൾ ക്ലാഷ് ആവുന്നു എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ന്യൂസിലാൻഡ് സ്ക്വാഡിൻ്റെ ഒരു അവസ്ഥ. ഇന്ത്യയുടെ കാര്യത്തിലാണെങ്കിൽ ഇപ്പോൾ ശ്രേയസ് അയ്യർ കൃത്യമായിട്ട് തിരികെ എത്തിയിട്ടുണ്ട്. ശുഭൻ ഗില്ല് നയിക്കാൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് റോക്കോ കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തുന്നതിൻ്റെ ആഘോഷമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ബൂംറ സ്ക്വാഡിലില്ല, അദ്ദേഹം T20 വേണ്ടി റെസ്റ്റിലാണ്. അതുപോലെ തന്നെ ഹാർദിക് പാണ്ഡ്യയും സ്ക്വാഡിലില്ല. ബാക്കി ഇപ്പോൾ സിറാജ് തിരികെ വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്ക്വാഡ് പ്രഖ്യാപിച്ചപ്പോൾ വിശദീകരിച്ച് അനലൈസ് ചെയ്തതാണ്. അപ്പോൾ പിന്നെ അതിലേക്ക് ഇനി വീണ്ടും പോകുന്നില്ല. അപ്പോൾ ഇന്ത്യയുടെ പ്ലേയിങ് 11 എങ്ങനെയായിരിക്കും നമ്മൾ നോക്കുന്നത്. ലഭ്യമാകുന്ന വിവരപ്രകാരം ശുഭൻ ഗില്ല്, ഒപ്പം രോഹിത് ശർമ്മ ഓപ്പൺ ചെയ്യും. നമ്പർ 3 വിരാട് കോഹ്ലി, ദെൻ ശ്രേയസ് അയ്യർ, നമ്പർ 5 KL രാഹുൽ, ദെൻ വാഷിംഗ്ടൺ സുന്ദർ, രവീന്ദ്ര ജഡേജ, ഹർഷിത് റാണ, കുൽദീപ് യാദവ്, അർഷ്ദീപ് സിംഗ്, മുഹമ്മദ് സിറാജ്. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇന്ത്യയുടെ ഒരു പ്ലേയിങ് 11 എങ്കിൽ. ന്യൂസിലാൻഡ് 11 ഇപ്പോൾ അവർ വെസ്റ്റ് ഇൻഡീസിനെതിരെ അവർ വൈറ്റ് വാഷ് ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നല്ലോ. ആ 11 നിന്ന് കംപ്ലീറ്റ്ലി വ്യത്യസ്തമായിട്ടൊരു ടീമിനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനിയിപ്പോൾ ഡെവൻ കോൺവോയ് വിക്കറ്റ് കീപ്പ് ചെയ്യോ ഇല്ലയോ എന്നതിനനുസരിച്ചിരിക്കും അവരുടെ ടീമിൽ ഒരു പ്രധാനപ്പെട്ട മാറ്റം വരാൻ. അങ്ങനെയെങ്കിൽ കീപ്പ് ചെയ്യുന്നില്ലെങ്കിൽ മിച്ചൽ ഹെയ് അവരുടെ വിക്കറ്റ് കീപ്പറായിട്ട് ഇറങ്ങും. അങ്ങനെയെങ്കിൽ ഏപ്രിലിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ODI മത്സരമായിരിക്കും. ന്യൂസിലാൻഡിൻ്റെ ഒരു പ്രോബ് ലെവലിലേക്ക് പോയാൽ ഡെവൻ കോൺവോയ്, നിക് കെല്ലി, വില്യങ്, ഡാരിൽ മിച്ചൽ, ഹെൻറി നിക്കോൾസ്, ഗ്ലെൻ ഫിലിപ്സ്, മൈക്കിൾ ബ്രേസ്വെൽ, സാക് ഫോൾസ്, KL ജാമീസൺ, മൈക്കിൾ റെയ്, ദെൻ ആദിത്യ അശോക്. ഇതാണ് അവരുടെ ഒരു പ്ലേയിങ് 11 നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ പിച്ച് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇത് പുതിയ സ്റ്റേഡിയമാണ്. കോട്ടാമ്പി സ്റ്റേഡിയം പുതിയ സ്റ്റേഡിയമാണ്. അവിടുത്തെ ആദ്യത്തെ മെൻസ് ഇൻ്റർനാഷണൽ മാച്ചാണ്. അപ്പോൾ ഡ്യൂ എങ്ങനെ ഉണ്ടാവും എന്നതിനനുസരിച്ചായിരിക്കും ടീമുകളുടെ തീരുമാനമൊക്കെ വരിക. ഇന്നത്തെ ട്രെയിനിങ് സെഷനിലൊക്കെ എന്ത് കാണുന്നതിനനുസരിച്ചുള്ളൊരു തീരുമാനമാണ് നമ്മൾ പ്രതീക്ഷ. എന്തായാലും നല്ല വെതറാണ്, മികച്ചൊരു മത്സരം കാണാൻ കഴിയട്ടെ. റോക്കോയുടെ പൊളിച്ചെടുക്കൽ കാണാൻ കൊതിയോടുകൂടി കാത്തിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.